ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് അപ്രതീക്ഷിതമായുണ്ടായ സംഘർഷങ്ങളുടെ സാഹചര്യത്തിലാണ് സ്കൂളിന് അവധി നൽകിയിരിക്കുന്നത്. രാവിലെ പതിവ് പോലെ ക്ലാസ് തുടങ്ങാൻ നേരം സ്കൂളിൽ യൂത്ത് കോൺഗ്രസ് CPM പ്രവർത്തകർ പ്രതിഷേധം ആരംഭിച്ചു. കുട്ടികളുടെ പ്രഭാത ഭക്ഷണത്തിൽ പ്രതിഷേധക്കാർ മണ്ണുവാരിയിട്ടു. കുട്ടികളുടെ പ്രഭാത ഭക്ഷണത്തിൽ പ്രതിഷേധക്കാർ മണ്ണ് വാരിയിട്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള സംഘർഷം ഇന്ന് രാവിലെ മുതൽ ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിൽ നടക്കുകയുണ്ടായി. ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും സ്കൂളിലേക്ക് ഇരച്ചു കയറി. CPM പ്രവർത്തകർ അതിനെ പ്രതിരോധിച്ചു. പരസ്പരം കസേരകൾ എറിയുന്ന രീതിയിൽ സംഘർഷമുണ്ടായി. രാവിലെ തന്നെ സ്കൂൾ ആരംഭിച്ച സമയത്ത് CPM പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം പ്രതിഷേധിച്ചിരുന്നു. അതിനിടയിലാണ് പ്രതിഷേധിച്ചിരുന്നവരിൽ ഒരു വിഭാഗം കുട്ടികളുടെ പ്രഭാത ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടത്. രഞ്ജിൽ ചേരുന്നു. രഞ്ജിൽ, ഈ കുഞ്ഞുങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിൽ ആരാണ് മണ്ണ് വാരിയിട്ടത്? വ്യക്തത വന്നിട്ടില്ല. കാരണം KSU അതുപോലെ യൂത്ത് കോൺഗ്രസ് CPM പ്രവർത്തകരുടെയൊക്കെ ഒരു സംഘർഷമായിരുന്നു. ഇരുകൂട്ടരും കസേര വലിച്ചെറിഞ്ഞും കയ്യിൽ കിട്ടിയ പാത്രങ്ങൾ വലിച്ചെറിഞ്ഞും പ്രതിഷേധിച്ചിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു കുട്ടികളുടെ പ്രഭാത ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടിരിക്കുന്നത്. അപ്പോഴും ആരാണ് ഇതിന് പിന്നിലെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ആ കാര്യത്തിലെല്ലാം തന്നെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ ഒരു സ്കൂൾ തുടങ്ങിയ സമയത്താണ് ഈ ഒരു CPM യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായത്. കഴിഞ്ഞ ദിവസം മേൽക്കൂര ഇടിഞ്ഞു വീണുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഈ ഒരു സംഘർഷമുണ്ടായത്. ഇരുകൂട്ടരും ആദ്യം അത്ര അക്രമസക്തമായിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് അതൊരു കയ്യാങ്കളിയും അതുപോലെ തന്നെ കസേര എടുത്തെറിയലും കയ്യിൽ കിട്ടിയ പാത്രങ്ങളെല്ലാം തന്നെ എടുത്തെറിയുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. ആദ്യം ഈ ഒരു സ്കൂളിലോട്ട് മാധ്യമപ്രവർത്തകരെ എല്ലാം തന്നെ വിലക്കിയിരുന്നു. ഈ ഒരു മാധ്യമപ്രവർത്തകർ കയറി കഴിഞ്ഞാൽ സ്കൂളിലെ പ്രവർത്തനം തടസ്സപ്പെടുമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രവർത്തകരെ വിലക്കിയിരുന്നത്. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരെ വിലക്കിയത് സ്കൂൾ അധികൃതരാണോ, CPIM പ്രവർത്തകരാണോ, യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരാണോ? ഇത്തരത്തിൽ സ്കൂൾ ഗേറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരെ വിലക്കിയിരുന്നത്. മാധ്യമപ്രവർത്തകർ സ്കൂളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്കൂളിന്റെ പ്രവർത്തനം തടസ്സപ്പെടുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത്തരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് പ്രതിഷേധം. ഉത്തരം പറഞ്ഞപ്പോൾ അതിന്റെ ആദ്യത്തെ വരി കേൾക്കാതെ പോയിട്ടുണ്ട്. ആരാണ് മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നുള്ള എൻ്റെ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് രഞ്ജിൽ പറഞ്ഞു വരുന്ന ആദ്യത്തെ വാക്കുകൾ മുറിഞ്ഞുപോയി. ആരാണ് എന്ന് പറയാമോ? CPM പ്രവർത്തകരാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകരെ വിലക്കിയത്. ഗേറ്റിന് മുന്നിൽ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർ സ്കൂളിലോട്ട് പ്രവേശിക്കരുത് എന്ന് വിലക്കിയത് CPM പ്രവർത്തകരാണ്. തുടർന്നാണ് ഈ ഒരു അതായത് ഈ കാർത്തികപ്പള്ളി സ്കൂളിലെ മേൽക്കൂര തകർന്നു വീണതടക്കമുള്ള വിഷയങ്ങളിൽ മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ അതിനെ വലിയ രീതിയിൽ പൊലിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഈ രീതിയിൽ വലിയ തകർച്ച കാത്തിരിക്കുന്ന സ്കൂളുകളാണ് എന്നുള്ളൊരു വ്യാജ രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രവണതയെ അംഗീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് ആണ് മാധ്യമപ്രവർത്തകരെ ആ രീതിയിൽ വിലക്കിയത് എന്നുള്ള രീതിയിലാണോ? തീർച്ചയായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിൽ വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു. സ്കൂളുകളുടെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതുമായി ബന്ധപ്പെട്ടെല്ലാം വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളെ വിലക്കിയതെന്ന് വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇന്ന് മാധ്യമപ്രവർത്തകർ അവിടെ വരുമെന്നും മാധ്യമപ്രവർത്തകർ വരിക എന്നത് മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകർ, KSU പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർ പല ഘട്ടങ്ങളിലായിട്ട് രാവിലെ തന്നെ സ്കൂളിൽ വന്ന് പ്രതിഷേധിക്കാൻ സാധ്യതയുണ്ട് എന്നും CPIM പ്രവർത്തകർ മനസ്സിലാക്കിയിരുന്നു. അതിനെ കൂടി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് CPM പ്രവർത്തകർ അവിടെ എത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം ഈ ഒരു കാര്യത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഇതിൽ പ്രതിഷേധം ഇരമ്പിയിരുന്നു. ഈ ഒരു കെട്ടിടം തകർന്നുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർക്കെതിരെ രക്ഷിതാക്കളും കുട്ടികളും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാം തന്നെ പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു ഇരുകൂട്ടർ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇതിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. ആ ഒരു പ്രതിഷേധത്തെ തടയാൻ എന്നോളം വേണം ഇതിൽ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വിലയിരുത്താനായിട്ട്. ഈ ഒരു പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ ഒരു സംഘർഷം, കയ്യാങ്കളി അതുപോലെ തന്നെ പരിക്കുകളും
കുട്ടികളുടെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പ്രതിഷേധത്തിൽ മാധ്യമപ്രവർത്തകരും പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെല്ലാം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഒരു ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടത് ആരായെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതെല്ലാം തന്നെ ഇനി തുടർന്നുള്ള പോലീസ് പരിശോധനയിലാണ് വ്യക്തത വരിക. അതെല്ലാം തന്നെ ഇനി അതായത് ഇതുവരെയുള്ള ഈ പ്രതിഷേധത്തിന്റെ സ്വഭാവം വെച്ചിട്ട് ഈ സ്കൂൾ പ്രവർത്തിക്കരുത്, പൂർണ്ണമായ ഫിറ്റ്നസ് വന്നതിന് ശേഷം മതി പ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു. അത് ഒരു സംശയമില്ല. ആ രീതിയിലാണ് അവരുടെ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം. കാരണം ആ സ്കൂളിൻ്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണ പശ്ചാത്തലത്തിൽ മറ്റ് ഭാഗങ്ങളിലേതടക്കമുള്ള ഫിറ്റ്നസ് ഉറപ്പാക്കിയതിന് ശേഷമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതല്ലാതെ സ്കൂൾ പ്രവർത്തിക്കരുത്. അതല്ല, സ്കൂൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഈ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൻ്റെ മറ്റു ഭാഗത്ത് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അപ്പോൾ പ്രവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ പറഞ്ഞല്ലോ പ്രവർത്തിക്കരുത് എന്നുള്ളതിൻ്റെ രീതിയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ആ പ്രഭാത ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ അതിന് തെളിവുകൾ വേണ്ടതുണ്ട്. ഞങ്ങളാണ് മണ്ണ് വാരിയിട്ടത്, മണ്ണ് വാരിയിട്ടില്ലായിരുന്നെങ്കിൽ അവിടെ ആ സ്കൂൾ പ്രവർത്തിക്കുമായിരുന്നു. സ്കൂൾ പ്രവർത്തിച്ചിട്ട് വീണ്ടും ഈ അത്യാഹിതം സംഭവിക്കുന്നതിനേക്കാൾ വലുതല്ലല്ലോ ഈ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുന്നത്. ഒരു നേരം അതിൻ്റെ പേരിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ആ കുട്ടികൾ അവധി നൽകി വീട്ടിലേക്ക് പോയി കഴിച്ചുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാരും തന്നെ രംഗത്ത് വരാത്തത് കൊണ്ട് ഇതാരാണ് മണ്ണ് വാരിയിട്ടത് എന്നുള്ളത് സംശയാസ്പദമായി നിൽക്കുന്നു. പക്ഷേ KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആവശ്യപ്പെടുന്നത് ഈ സ്കൂളിൽ ഫിറ്റ്നസ് ലഭിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളതിലേക്കായിരുന്നു. അതല്ല, പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സ്കൂളിന് ആ രീതിയിലുള്ള ഫിറ്റ്നസ്സിന് പ്രശ്നമൊന്നുമില്ല. ഒരു ഭാഗം അടർന്നു വീണു എന്ന് വെച്ചുകൊണ്ട് ഒരു സ്കൂളിൻ്റെ പ്രവർത്തനത്തെയും വിദ്യാർത്ഥികളുടെ വിലപ്പെട്ട വിദ്യാഭ്യാസ സമയത്തെയും പഠന സമയത്തെയും അപഹരിക്കാൻ കഴിയില്ല എന്ന് CPM പ്രവർത്തകർ വാദിച്ചിട്ടുണ്ടാവാം. ഇത് ആണ് പ്രാഥമികമായിട്ടുള്ള ഏറ്റുമുട്ടലിന് കാരണമായത് ആണോ? തീർച്ചയായും ഈ ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇത്തരത്തിൽ ഇപ്പോൾ തകർന്നു വീണിട്ടുള്ളത്. ബാക്കി സ്കൂൾ കെട്ടിടത്തിന് ഒന്നും തന്നെ യാതൊരുവിധ കേടുപാടുകളുമില്ല. അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതിൽ യാതൊരു തടസ്സമില്ല എന്ന് തന്നെയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിന് തടസ്സം നിൽക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കണം ഇത്തരത്തിൽ പ്രതിഷേധം അരങ്ങേറിയത് എന്ന് വേണം നമുക്ക് വിലയിരുത്താനായിട്ട്. രഞ്ജിൽ തുടരുക. നമ്മൾക്ക് കുറച്ചു നേരം കൂടി ഈ പ്രഭാത ഭക്ഷണത്തിൽ, കുട്ടികൾക്കടക്കമുള്ള പ്രഭാത ഭക്ഷണത്തിൽ മണ്ണിട്ട് ആ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കിയതിനെക്കുറിച്ച് സ്ത്രീകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ദൃശ്യങ്ങളിൽ. അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ആ ദൃശ്യങ്ങളിലേക്ക് രഞ്ജിൽ, ഇതിൽ ഈ സ്ത്രീകളുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സ്ത്രീകൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ്. ഒരുപക്ഷെ അമ്മമാർ തന്നെ ആയേക്കാം. അതിൽ ആദ്യം സ്ത്രീ ചോദിക്കുന്നത് ഈ പ്രതിഷേധമൊക്കെ ശരി, പക്ഷെ ഇങ്ങനെയാണോ പ്രതിഷേധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രഭാത ഭക്ഷണത്തിൽ മണ്ണിട്ടുകൊണ്ട് ആണോ പ്രതിഷേധിക്കേണ്ടത്? ഭക്ഷണം വിലപ്പെട്ടതല്ലേ? എത്രയോ പേരുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാർ സ്കൂളുകളിൽ ഈ രീതിയിലുള്ള പ്രഭാത ഭക്ഷണം തയ്യാറാക്കുന്നത്. ആ ഒരു പ്രഭാത ഭക്ഷണത്തിലേക്ക് തന്നെ മണ്ണിട്ട് വാരിക്കൊണ്ടാണോ സ്കൂളിൻ്റെ പ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെടേണ്ടത്? സ്കൂളിന് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഫിറ്റ്നസ് ആ ഫിറ്റ്നസ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുക, അതിനുവേണ്ടി പ്രതിഷേധിക്കുക, അതിനുവേണ്ടി സമരം ചെയ്യുക. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ഭക്ഷണത്തിലേക്ക് മണ്ണ് വാരി ഇടുക എന്ന് പറയുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതിൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതലും സ്ത്രീകൾക്കാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയാണോ പ്രതിഷേധിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതേസമയത്ത് മറുവശത്ത് നിൽക്കുന്ന ആ സ്ത്രീകളും അവരുടെ വിദ്യാർത്ഥികളോടെ പഠിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അവർ മുൻഗണന നൽകുന്നത് ആ സ്കൂളിലെ മേൽക്കൂര തകർന്നു വീണ് അടക്കമുള്ള കാര്യങ്ങളാണ്. അവർ അതാണ് പ്രധാനപ്പെട്ടതായിട്ട് കരുതുന്നത്. ഈ രീതിയിലുള്ള ഒന്നാണ് അവിടെ നടന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതിന് ശേഷം ആണോ ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും കസേരകൾ വലിച്ചെറിയുന്ന രീതിയിൽ സംഘർഷം ഉണ്ടായത്? രഞ്ജിൽ,
തീർച്ചയായും ആ ഒരു സ്ത്രീയുടെ വാക്കിൽ നിന്നും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ കസേരകൾ എടുത്തെറിഞ്ഞും പാത്രങ്ങൾ എടുത്തെറിഞ്ഞും പ്രതിഷേധക്കാർ സംഘർഷിച്ചതെന്നുള്ള കാര്യമാണ്. കാരണം കുഞ്ഞു കുട്ടികളാണ്, അവർ ക്ലാസ് നടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു സംഘർഷം ഉണ്ടായത്. അപ്പോൾ ആ ഒരു കുട്ടികൾ മുമ്പിലിട്ടാണ് ഇങ്ങനെ പ്രതിഷേധിക്കേണ്ടെന്ന കാര്യം കൂടി ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ആ ഒരു പ്രതിഷേധമൊക്കെ തന്നെ നേരിൽ കണ്ട കുട്ടികളുടെ മാനസികാവസ്ഥയൊക്കെ തന്നെ ആ ഒരു രക്ഷിതാക്കളുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളുടെ മുമ്പിൽ ഇത്തരത്തിൽ അക്രമസക്തമായ പ്രതിഷേധം, ചോര വരുന്ന തരത്തിലുള്ള കയ്യാങ്കളിയിലൊക്കെ കടക്കുക എന്നുള്ളതൊക്കെ ഒരു ഇത്തരത്തിൽ ഇങ്ങനെയാണോ പ്രതിഷേധിക്കേണ്ടത് എന്നൊരു കാര്യം കൂടി ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഇത്തരത്തിൽ കുട്ടികളുടെ ഈ ഒരു പ്രഭാത ഭക്ഷണത്തിൽ മണ്ണ് വാരിയിടുന്നത് ശരിയാണോ, ഇത്രയും ക്രൂരത വേണോ എന്ന കാര്യം കൂടി ഈ ഒരു ആ ഒരു സ്ത്രീയുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും പ്രതിഷേധം കൈവിട്ടു പോയി അല്ലെങ്കിൽ കൈ കടന്നുപോയി, ഇത്തരത്തിൽ അതിര് കടന്നുപോയി ഒരു പ്രതിഷേധമായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ട് പ്രതിഷേധിക്കുന്നത് ഏത് തരത്തിലുള്ളതാണ് ന്യായീകരിക്കാൻ സാധിക്കുക എന്ന കാര്യത്തിലും ഇപ്പോൾ ഒരു ന്യായീകരിക്കുക എന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. എന്തായാലും ഈ ഒരു പ്രതിഷേധം അതിര് കടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബനീഷ്, ആ സ്കൂളിന്റെ വളപ്പിൽ ക്ലാസ് മുറികൾക്ക് മുന്നിൽ നിരവധി ചെടിച്ചട്ടികൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികളും അധ്യാപകരും നട്ടു വളർത്തിയ ചെടിച്ചട്ടികൾ ആണ്, അതിൽ ചെടികളുണ്ട്. ആ ചെടിച്ചട്ടി എടുത്ത് എറിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്ന് വേണമെങ്കിൽ ആശ്വസിക്കാം. ചെടിച്ചട്ടിയേക്കാൾ പ്രധാനപ്പെട്ട ഇരിക്കാനുള്ള ഉപകരണമായ കസേര ഉപയോഗിച്ചുകൊണ്ട് വലിച്ചെറിയൽ ആണ് നടന്നിട്ടുള്ളത്. ഇതിൽ കുട്ടികളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് രഞ്ജിൽ സൂചിപ്പിച്ചതുകൊണ്ട് ഈ ഏതൊരു സംഘർഷവും മലയാളിയെ സംബന്ധിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷത്തിൽ കയ്യാങ്കളിക്കുപരി നാവ് ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ക്ലാസ് മുറികളിൽ അധ്യാപകരുടെ നാവിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി ഹൃദയത്തിൽ ഹൃദിസ്ഥമാക്കേണ്ട വാക്കുകൾക്ക് പകരം ഈ സംഘർഷത്തിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചിരിക്കാൻ സാധ്യതയുള്ള മലയാളികൾ ദേഷ്യം വരുമ്പോൾ തങ്ങളുടെ നാവിൻ്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിശുദ്ധ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവുമോ, ആ പദങ്ങളടക്കം കുട്ടികൾ കേട്ടിട്ടുണ്ടാവുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത്. പക്ഷേ അതിനേക്കാൾ ഉപരിയാണല്ലോ കുട്ടികളുടെ ജീവൻ. ഞങ്ങൾ കുട്ടികളുടെ ജീവനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് മുറിയും ഈ സ്കൂൾ പരിസരവും അങ്ങേയറ്റം ഫിറ്റ്നസ് നേടിയതിനു ശേഷം മാത്രം മതി സ്കൂളിന്റെ പ്രവർത്തനം എന്ന് സൂചിപ്പിക്കുകയായിരിക്കും സമരം ചെയ്ത KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും പിന്നീട് എത്ര മണിയോടുകൂടിയാണ് ഈ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്? വാസ്തവത്തിൽ ഈ ഒരു സംഘർഷം ഉണ്ടാവുന്ന സമയത്ത് തന്നെ അവധി പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികളെ അവിടെ നിന്ന് മാറ്റേണ്ടതായിരുന്നു എന്നുള്ള ഒരു ചോദ്യം വന്നേക്കാം. പക്ഷേ അങ്ങനെ ചെയ്താൽ അത് സമരം ചെയ്തവരുടെ ആവശ്യം അംഗീകരിക്കുന്നതിന് തുല്യമായി തീരും. ഈ ഫിറ്റ്നസ് ഈ സ്കൂളിന് ഇല്ല എന്ന് സ്കൂൾ അധികൃതർ തന്നെ സമ്മതിക്കുന്നതായി തീരുമെന്നുള്ള സമ്മർദ്ദത്തിന് സ്കൂൾ അധികൃതർ അടിമപ്പെട്ടു എന്നും വിചാരിക്കേണ്ടതുണ്ടോ? ഏകദേശം ഒരു മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. സംഘർഷമൊക്കെ ഏകദേശം അടങ്ങി ഇരു പ്രവർത്തകരെയും പിടിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചത്. പക്ഷെ അപ്പോഴും സംഘർഷം നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെല്ലാം തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. മതിയായ പോലീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രവർത്തകരെ പിടിച്ചു മാറ്റാൻ സാധിക്കാത്തത് എന്ന കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു സംഘർഷമെല്ലാം കെട്ടടങ്ങിയതിന് ശേഷം പരിക്കേറ്റവരെല്ലാം ആശുപത്രിയിൽ മാറ്റി. ആ ഒരു സംഘർഷാവസ്ഥ ഏകദേശം കഴിയാറായ സമയത്താണ് ഇത്തരത്തിൽ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. സ്കൂളിലെ ഉപകരണങ്ങളെല്ലാം തന്നെ നാശമായിട്ടുണ്ട്, കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്കൂളിൽ പെട്ടെന്ന് അവധി നൽകി വിദ്യാർത്ഥികളെല്ലാം തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ സ്കൂളിന് അവധി പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികളെല്ലാം സുരക്ഷിതമായി വീട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ ഒരു സംഘർഷം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. സുരക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികൾ ബസ്സിലിരുന്നോ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലിരുന്നോ സ്വന്തം പിതാവിൻ്റെയോ മാതാവിൻ്റെയോ സ്കൂട്ടറിൻ്റെ പിറകിലിരുന്നോ പോകുമ്പോൾ കൂടെയുള്ളവരോട് ഒരുപക്ഷെ പറഞ്ഞു എന്ന് വന്നേക്കാം. ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ ആദ്യത്തെ പാഠം അഹിംസയായിരുന്നു. മഹാത്മാഗാന്ധിയെക്കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് പുറത്തു നിന്ന് ഒരു കസേര അങ്ങോട്ട് എറിയുന്നതിൻ്റെ ഒച്ച കേട്ടത്. ചെന്ന് നോക്കിയപ്പോൾ കേട്ട വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്ന് ആ കുട്ടികൾ പറയുന്ന ഒരവസ്ഥ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ പറയാനേ കഴിയുകയുള്ളൂ. എന്തായാലും സംസ്ഥാനത്തെ പല സ്കൂളുകളിലും ഫിറ്റ്നസ് ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് ഒരു വിഭാഗവും. അല്ല, അങ്ങനെയല്ല, ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിനും സംസ്ഥാന സർക്കാരിനും എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിലകൊള്ളാൻ ചിലർ ഗൂഢമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് മറുവാദങ്ങളും വന്നേക്കാം. എന്തായാലും വിദ്യാർത്ഥികളെ ആണ് ഏറ്റവും പ്രഥമ പരിഗണന നൽകി നമ്മൾ മുന്നോട്ട് വെക്കേണ്ടത്. നമ്മുടെ പാഠ്യപദ്ധതി, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പരാതികളുണ്ടെങ്കിൽ ആ പരാതികൾ പരിഹരിക്കുക. പക്ഷേ അതിനെ മുതലെടുത്തുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഇപ്പോഴുള്ള മുന്നോട്ട് പോക്കിനെ തകിടം മറിക്കുന്നതായി തീരുമെന്നുള്ള രീതിയിലാണ് CPM പ്രവർത്തകരിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉച്ചയോടുകൂടി വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നു. രഞ്ജിൽ ആണ് വിവരങ്ങൾ നൽകിയത്.